Hello friends, welcome back to our channel Sonia's Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ പിസ്സയാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് ആണ്. ഇത് തുർക്കിഷ് പിസ്സയാണ്. അതുപോലെ തന്നെ ബുൾബുൾ ചീസ് പിസ്സ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചീസിന്റെ ആവശ്യമുള്ളൂ. വേറെ ഒരു വെജിറ്റബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ആദ്യമേ ഡോ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിസ്സയ്ക്കൊക്കെ ഡോ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ 200 ml മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ മിൽക്കിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ എപ്പോഴും മുട്ട മേടിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ കേക്കിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനാകുമ്പോഴേക്കും ആ മുട്ട കുറച്ച് നേരത്തെ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ മുൻപെങ്കിലും എടുത്ത് പുറത്തേക്ക് വെക്കണം. എന്നിട്ട് വേണം അതിന് ഉപയോഗിക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ ഷുഗർ, 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർക്കാനുണ്ട്. ബട്ടർ ഞാൻ മെൽറ്റ് ആവാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇപ്പോൾ ഞാനിവിടെ 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ ഒരു 5 മിനിറ്റോളം നേരം എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ബട്ടർ കൂടി ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയിരിക്കും. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ നമ്മൾ കുത്തി നോക്കുമ്പോൾ കണ്ടോ ഇത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ ഈ ഡോ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിന് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് വലിയ ബൗളിൽ തന്നെ വെക്കണം എപ്പോഴും, കാരണം ഇത് 1 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡബിളായി വരും. ഇതിന് മുകളിലേക്ക് ഒരു ടവൽ നനച്ചിട്ട് കൊടുക്കാം. ടവൽ നനയ്ക്കുമ്പോൾ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വേണം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഡോ ഒക്കെ ഇവിടെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒരു 2 മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനകത്ത് ആ ഒരു എയർ ഫില്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടാനായിട്ടാണ് വീണ്ടും കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഈ 1/2 കിലോ കൊണ്ട് നമുക്ക് 4 പിസ്സ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ, കാരണം പകുതി ഞാൻ മാറ്റി വെക്കുകയാണ് പിന്നീട് ഉപയോഗിക്കാനായിട്ട്. ഈ പിസ്സ പാനിലേക്ക് ഞാനൊരല്പം ബട്ടൺ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിലേക്ക് നന്നായിട്ട് ഇതൊന്ന് കനം കുറച്ച് തന്നെ പരത്തി കൊടുക്കാം. അപ്പോൾ ഈ പിസ്സയ്ക്കായിട്ട് വേണ്ടത് ചീസാണ്, അതുപോലെ തന്നെ മോസറല്ല ചീസ്, പിന്നെ വേണ്ടത് ക്രീമാണ്. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രീം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ക്രീമും ചീസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കനം കുറച്ച് വേണം, നന്നായിട്ട് കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ബേക്കായി വരുമ്പോഴത്തേക്കും വീണ്ടും ഒരുപാട് അങ്ങ് തിക്കായിട്ട് വരും. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചീസും ക്രീമിൻ്റെയും കൂടെ മിക്സ് ഇതിലേക്ക് പരട്ടി കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഇതുപോലെ പരട്ടി കഴിഞ്ഞതിന് ശേഷം മൊസറല്ല ചീസ് കൂടി നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓവൻ 10 മിനിറ്റ് മുൻപ് തന്നെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മൾ ഈ ചീസൊക്കെ പെട്ടുന്നതിന് മുൻപ് ആ സമയത്ത് തന്നെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്താൽ മതി. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബേക്കായി കിട്ടും. അപ്പോൾ ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ പിസ്സ. ഇനി പിസ്സ കട്ടർ വെച്ച് ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ആ ചീസ് ആയതുകൊണ്ട് തന്നെ നല്ല മുറിക്കുമ്പം കണ്ടോ ഇതുപോലെ ചീസ് നന്നായിട്ട് വലിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് ഹണി ഉപയോഗിച്ചാണ് നമ്മൾ കഴിക്കാറ്. നമുക്ക് ഹണി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലൊന്നിൽ ഞാൻ ഒഴിക്കുന്നില്ല, ഒരെണ്ണത്തിലേ ഒഴിക്കുന്നുള്ളൂ. അപ്പം മധുരമൊക്കെ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പിസ്സ അധികം ആരും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.